ഹായ് നമസ്കാരം. അപ്പോൾ മിക്ക പാരൻസും എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് മാത്രമല്ല, കുറേ ഡോക്ടേഴ്സ് എൻ്റെ ഡെൻറ്റിസ്റ്റിനൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. അത് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണെന്നല്ലേ, ഡോക്ടറെ, എൻ്റെ കുട്ടിയുടെ പല്ല് ഓൾറെഡി മിൽക്ക് ടീത്ത്, പാൽപ്പല്ല് പൊരിഞ്ഞു വന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത് വന്ന പല്ലിനും കേട് വന്നിട്ട് അതും എടുക്കേണ്ട അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഡോക്ടറെ, ഇത് എടുത്തു കഴിഞ്ഞാൽ വേറെ പല്ല് വരുമോ? രണ്ടാമതും പല്ല് വരാൻ ചാൻസ് ഉണ്ടോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരിക്കലും ഇല്ല. നമ്മൾക്ക് ആ ഒരു പെർമനൻറ്റ് ടൂത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അത് തിരിച്ച് നമുക്ക് ഒറിജിനൽ ടൂത്ത് നമുക്കത് ഗ്രോ ചെയ്യില്ല. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ 2 സെറ്റ്സ് ഓഫ് ടീത്താണുള്ളത്. ഒന്ന് മിൽക്ക് ടീത്ത് അഥവാ രണ്ടാമത്തേത് പെർമനൻറ്റ് ടീത്ത്. അപ്പോൾ ഈ മിൽക്ക് ടീത്ത് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് 6 months ഓഫ് ഏജ് ആകുമ്പോൾ തന്നെ അത് നമ്മളുടെ വായിൽ വരാൻ തുടങ്ങും, ഇറപ്റ്റ് ആവാൻ തുടങ്ങും. പെർമനൻറ്റ് ടീത്ത് ഏകദേശം ഒരു 14 years ആവുമ്പോഴേക്ക് ഏകദേശം പെർമനൻറ്റ് ടൂത്ത് വന്നിട്ടുണ്ടാവും. മാത്രമല്ല ഈ വിസ്ഡം ടൂത്ത് ഒരു 23 yearsനുള്ളിൽ വരുന്നതുമാണ്. അപ്പോൾ ഈ ഒരു പെർമനൻറ്റ് ടൂത്ത് നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും തിരിച്ച് നമുക്ക് അത് വരില്ല. നമ്മളത് ആർട്ടിഫിഷ്യലി റീപ്ലേസ് ചെയ്യേണ്ടി വരും. മിൽക്ക് ടൂത്ത് പോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് വരും പെർമനൻറ്റ് ടൂത്ത്. ബട്ട് പെർമനൻറ്റ് ടൂത്ത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും വേറെ പല്ല് വരില്ല. കാരണം അത് നമ്മുടെ ബോഡിയിൽ ലൈഫ് ലോങ് നിൽക്കുന്ന ഒരു കാര്യമാണ് പെർമനൻറ്റ് ടീത്ത്. അപ്പോൾ അത് നമുക്ക് ഏർലി സ്റ്റേജിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഇത് നഷ്ടപ്പെടാണ്ടിരിക്കേണ്ടത് നമ്മളുടെ ഒരു വലിയൊരു കാര്യമാണ് അല്ലേ. ഇങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, റിൻസ് ചെയ്യുക, എന്ത് മീൽ കഴിച്ചാലും നല്ലോണം വായ റിൻസ് ചെയ്യുക. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മളുടെ ആ ഒരു പല്ലിനെ നമ്മളുടെ കൂടെ എന്നും നിലനിർത്താൻ പറ്റുന്നതാണ്. നമ്മളെന്നും അത് ഹെൽപ്പ് ചെയ്യേ ഉള്ളൂ.